പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 17-ന് പിണറായി വിജയൻ എന്ന വിജയൻ്റെ മകൾ വീണയെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നീണ്ട 10 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. നീണ്ട 10 മണിക്കൂർ. ആ 10 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകൾ ഇറങ്ങി വരുന്നത് ഞാനിങ്ങനെ ടി വിയിൽ ആയിരുന്നു ഇന്നലെ രാത്രി. വളരെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്ക് വലിയ ഞെട്ടലുണ്ടായത്. CPM-ൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാവ്, 4 ടേം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന, 10 വർഷം CPM-ൻ്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന, പതിറ്റാണ്ടുകളായി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന, ഇപ്പോഴും CPM-ൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന CPM നേതാവിൻ്റെ മൂത്ത മകൾ വീണ ഒരു അഴിമതി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനായി ശേഷം വിഷണ്ണയായി. അവരുടെ മുഖഭാവം നമുക്ക് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ല, കാരണം ഒരു മാസ്ക് വെച്ചിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ അവർ നേരിട്ട ഒരു പ്രതിസന്ധി, അവർ നേരിട്ട ഒരു ദുരിതം, അത് അവരുടെ കണ്ണുകളിൽ തന്നെ പ്രകടമായിരുന്നു എന്നുള്ളത് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരിറങ്ങി വന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ അവരുടെ ചുറ്റും കൂടി, പക്ഷേ അവരതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടിയിൽ കയറി അവർ പോയി. ഇന്നലെ 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി ഏതാണ്ട് ഒരു 8 മണിയായപ്പോഴാണ് അവസാനിച്ചത്. സാധാരണഗതിയിൽ ഏതാണ്ട് സ്ത്രീകളാകുമ്പോൾ ഏതാണ്ട് 6 മണിയൊക്കെ ആകുമ്പോൾ അവസാനിക്കേണ്ടതാണ്, പക്ഷേ 8 മണിക്കാണ് അവസാനിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കുന്നൊരു സംഭവമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനിപ്പോൾ മാർക്സുകാരനാവണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ കണ്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താ? മെയ് 27-ാം തീയതി വീണയുടെ അച്ഛൻ വിജയൻ്റെ വീട്ടിൽ, വീണയും കൂടെ ഉള്ളപ്പോൾ നടന്ന ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ? തിരിച്ച് ED-യുടെ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി വരുമ്പോൾ അവരുടെ കാറ് തല്ലിപ്പൊളിച്ച CPM പ്രവർത്തകർ, ഗുണ്ടകർ, ആക്രമണോത്സുകത, അതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ അതൊന്നും ഇന്നലെ ED ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ CPM-കാരൻ പോലും അവിടെ പ്രതിഷേധവുമായി അവിടെ എത്തിയില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച 300 പേര് ജാമ്യം പോലും കിട്ടാതെ വധശ്രമത്തിൽ പ്രതികളായി ജയിലിൽ കിടക്കുകയാണ്. 2, ആ ആക്രമണമൊക്കെ കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? CPM-ൻ്റെ തീരുമാനത്തിൽ തന്നെ മാറ്റം വന്നു. ഈ കേസിൽ വീണയുടെ വഴി നോക്കട്ടെ എന്ന് CPM പറഞ്ഞു. വീണയുടെ അച്ഛൻ വിജയനെ പ്രതിയാക്കിയാൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതിന് വലിയൊരു നിലപാട് മാറ്റുവാൻ നമുക്കറിയാമായിരുന്നല്ലോ. കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഡസൻ കണക്കിന് പത്രക്കുറിപ്പുകൾ ഒക്കെയാണ് വീണയെ അനുകൂലിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം ഇപ്പോൾ മാറി. വീണയുടെ വഴി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും അതവിടെ സംഭവിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ അവിടെ എന്താണ് നടന്നത്, അത് സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങളും ഇനി വീണയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുമുള്ള അത് സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് എനിക്ക് ഇവിടെ നടത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വീണയെ ഈ ചോദ്യം ചെയ്യലിനെ തുടർന്ന് വീണയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. അതങ്ങനെ തന്നെ സംഭവിച്ചു. വീണ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഇനി എന്താണ് ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുക? വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നതാണ് ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്നലെ വീണയുടെ അറസ്റ്റ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 സാക്ഷികളെ വരെ അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് വീണ അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ വീണയെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വളരെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇന്നലെ വീണ വിജയനെ ചോദ്യം ചെയ്തത്. 11 മണി മുതൽ ചോദ്യം ചെയ്യൽ തുടങ്ങി. ഉച്ചവരെ വീണ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ED-യുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് സഹകരിക്കാതിരുന്നാൽ അറസ്റ്റിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞതിനെ തുടർന്ന് വീണ പിന്നീട് അന്വേഷണമായി സഹകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. വീണയോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, CMRL-മായി ബന്ധപ്പെട്ട് നടത്തിയ 2,78,00,000 രൂപയുടെ വിശദാംശങ്ങൾ, സേവനം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു CMRL-ൻ്റെ ഒരു ഷെൽ കമ്പനി, ആ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ വീണയോട് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോദിച്ചതിൽ നിന്ന് വീണ മിക്കവാറും വീണയ്ക്ക്
ഏതാണ്ട് 90% ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചപ്പോൾ വീണയ്ക്ക് അതെല്ലാം അംഗീകരിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വീണ ഇന്നലെ ഏതാണ്ട് പരിപൂർണമായി ഒരു കുറ്റസമ്മതം നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വീണ എന്തൊക്കെയോ ചില രേഖകളൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നും ആ രേഖകളൊന്നും ഒട്ടും വിശ്വാസയോഗ്യമായിരുന്നില്ല എന്നുള്ള വിവരവും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ചോദ്യം ചെയ്യൽ വീണയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. എന്ന് മാത്രമല്ല, വീണയുടെ അച്ഛനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അച്ഛൻ്റെ ഈ കാര്യത്തിൽ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നുവെന്നും അച്ഛൻ ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വീണ പറഞ്ഞുവെന്നും, പക്ഷേ അതൊക്കെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ലൂസ് എൻസ് അതിലുണ്ടായിരുന്നുവെന്നും തൻ്റെ അച്ഛനെ ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് സംബന്ധിച്ച് തെളിയിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞില്ലെന്നും ഇന്നലത്തെ ചോദ്യം ചെയ്യലോടുകൂടി വീണയുടെ അച്ഛനും ഈ കേസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുമുള്ള വിവരമാണ് നമുക്ക് ആധികാരികമായി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ചോദ്യം ചെയ്യൽ വീണയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇന്നലെ അറസ്റ്റിലേക്ക് പോകാറുന്നതിൻ്റെ കാരണം ഒന്ന്, വീണ സഹകരിച്ചു എന്നുള്ളത്. രണ്ട്, നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കീഴ്ക്കോടതിയിൽ നിന്നും പിന്നെ EDക്ക് പൂർണ്ണമായി രേഖകൾ അവർക്ക് കിട്ടിയില്ലെന്നും 136 രേഖകൾ അവർ ആവശ്യപ്പെട്ട പൂർണ്ണമായി കിട്ടിയില്ലെന്നും കിട്ടിയത് തന്നെ പൂർണ്ണമായി പരിശോധിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വിവരവും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീണയിൽ നിന്ന് ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ അവർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അത് പരിപൂർണമായി അവസാനിപ്പിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും വീണ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടപ്പോൾ തന്നെ വീണ്ടും ഒന്നുകൂടി വീണയെ വിളിക്കേണ്ടി വരും എന്നുള്ള വിവരവും അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ ഈ ആഴ്ച നടന്ന ചോദ്യം ചെയ്യലെല്ലാം ഒറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യലായി. ആ ചോദ്യം ചെയ്യൽ ഈ ആഴ്ച അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മിക്കവാറും ഇവരെ ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യൽ കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വീണയെയും ഈ ശശിധരൻ കർത്തായുടെ മകൾ, ഭാര്യ, ഇവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ഘട്ടം ചോദ്യം ചെയ്യലിനുള്ള സാധ്യത കൂടി നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഉറപ്പുവരുത്തേണ്ട വേറൊരു കാര്യം കൂടെ. അതെന്താണെന്ന് ചോദിച്ചാൽ, SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിമണൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഏതാണ്ട് 10-25 തവണ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൻ്റെ അന്തിമവാദം ജൂലൈയിൽ നടക്കാൻ പോവുകയാണ്. ആ കേസും ഈ കേസുമായി വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം ആ കേസിൽ പറയുന്നത് SFIO അന്വേഷണം തടസ്സപ്പെടുത്തണം എന്നാണ്. SFIO അന്വേഷണം തടസ്സപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി കിട്ടിയാൽ അത് ED അന്വേഷണത്തെയും EDയുടെ കേസ് അന്വേഷണത്തെയും ബാധിക്കും ഉള്ളതുകൊണ്ട് EDയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL കൊടുത്ത കേസിൻ്റെ വിധി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കേസിൽ ഒരുപക്ഷെ ED കക്ഷി ചേർന്നേക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ കേസിൻ്റെ വിധി എന്താണ് എന്നുള്ളത് അവർ വളരെ ആകാംക്ഷയോടുകൂടി ആശങ്കയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും രണ്ട് കാര്യങ്ങൾ ഇനി നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, വീണയെയും ഈ മറ്റ് പ്രതികളെയും എല്ലാം കൂടി ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ചോദ്യം ചെയ്യൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ രേഖകളും കിട്ടേണ്ടതുണ്ട്. അതും അടുത്ത ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അത്തരം ചോദ്യം ചെയ്യലും അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് മാത്രമല്ല, അടുത്ത ചോദ്യം ചെയ്യലിന് മുന്നോടിയായി വീണയുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെ വിശദാംശങ്ങളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത ചോദ്യം ചെയ്യൽ അതൊരു പക്ഷേ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ജൂലൈ മാസത്തിലെ വിധി വന്നതിന് ശേഷമാകാം ആ ചോദ്യം ചെയ്യൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ചോദ്യം ചെയ്യലിലൂടെ കഴിയുമ്പോൾ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരാനുള്ള സാധ്യതയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും അടുത്ത ചോദ്യം ചെയ്യലോടുകൂടി അതിന് കൂടുതൽ ക്ലാരിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്തൊരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അടുത്ത മാസം ആവാനാണ് സാധ്യത. അത് അടുത്ത ചോദ്യം ചെയ്യലിലൂടെ നടന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ വീണയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സംബന്ധിച്ചിട്ട് ഒരു വ്യക്തത EDക്ക് ലഭിക്കാനിടയുണ്ട്. എന്തായാലും അടുത്ത ഒരു ഘട്ടം ചോദ്യം ചെയ്യലിലൂടെ കടന്നു കഴിയുമ്പോൾ ഉണ്ടാവാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചിട്ടുള്ള
ആ ഒരു തലത്തിലേക്ക് കേസ് കൂടുതൽ മുന്നേറാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഉണ്ടാവാൻ പോകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീണയുടെ അച്ഛൻ വിജയൻ ഈ കേസിനുള്ളിലേക്ക് ഈ കേസിൽ പ്രതിയായി വരാനുള്ള സാധ്യതയും ഈ കേസിൻ്റെ അടുത്ത ഘട്ടത്തിൽ അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചും ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ സംബന്ധിച്ചും എനിക്കെൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം.